വാക്കുപറ്റിയ വീട്. വയനാട്ടുകാരനായ ജോയ് ഐക്കരക്കുടി കവിയാണ് എൻ്റെ കൂടെയുള്ളത്. ഒരു മുഴുവൻ സമയ കർഷകനാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയ വാക്കുപറ്റിയ വീടിലെ ഓരോ കവിതകളും ഏറെ ഇഷ്ടമാണ്. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് മീറ്റു എന്ന കവിത ഫേസ്ബുക്കിൽ വായിച്ചിട്ടാണ്. ചുംബിക്കുമ്പോൾ നാം പരസ്പരം സമ്മതം ചോദിച്ചിരുന്നില്ല. പ്രണയത്തിലായിരുന്നല്ലോ, ശരീരം പങ്കിടുമ്പോഴും നാം സമ്മതം ചോദിച്ചിരുന്നില്ല. പിന്നീട് എപ്പോഴോ ആണല്ലോ ശത്രുക്കളായി മാറിയത്. അപ്പോൾ ഈ കവിതയാണ് എന്നെ കവിയിലേക്ക് അടുപ്പിച്ചതും ഇവിടെ എത്തിച്ചതും. ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കവിത ഇട്ട് തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ല, ഗിരീഷ് മാഷ് പുള്ളി അവിചാരിതമായിട്ട് എൻ്റെ കവിത കാണുകയും അത് നിർബന്ധമായിട്ടും ഇങ്ങനെ ഇട്ടാൽ പോരാ, നമുക്ക് ധാരാളം വായിക്കണം, അതുകൊണ്ട് പുള്ളി തന്നെ അത് എഴുതിയെടുത്ത് എഫിൽ പോസ്റ്റ് ചെയ്ത്. അങ്ങനെ പുള്ളി തന്നെ 1-2 സാഹിത്യ ഗ്രൂപ്പുകളിൽ എന്നെ ആഡ് ചെയ്തു. പറയാത്ത പോയതെന്തേ, പറയാതെ പോയതെന്തേ, ഞാനിന്നും നിനക്കായി കാത്തിരുന്നു, ഞാനിന്നും നിനക്കായി കാത്തിരുന്നു.